ഹായ് ഓൾ. ഞാൻ ആഗസ്റ്റ് 30-നായിരുന്നു ഹാദ് ഫാർമസി ടെക്നീഷ്യൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ പാസ്സായി. എനിക്ക് ആൻഡോ സാറോടും മിഡ് വെഞ്ചർ ടീമിനോടും ബിഗ് താങ്ക്സ്. പിന്നെ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരുന്നു. അത് വളരെയധികം എക്സാമിന് എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എൻ്റെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തന്നത് ശ്രീഷ് മാമായിരുന്നു. മാം എപ്പോഴും എന്ത് ഡൗട്ട് ചോദിച്ചാലും എല്ലാത്തിനും ക്ലിയറായിട്ട് തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 80% റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു വന്നത്. പിന്നെ കാൽക്കുലേഷന് ഒരു 10-ന് ചുവടെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഹാദ് ഫയൽസിൽ നിന്നുള്ളത് തന്നെയായിരുന്നു. എല്ലാം അല്ല, ഒരു കാൽക്കുലേഷൻ ഒരു 5-6 ക്വസ്റ്റ്യൻ ഹാദ് ഫയൽസിൽ നിന്ന് തന്നെയായിരുന്നു വന്നത്. പിന്നെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് കുറച്ചൊരു ടഫായിട്ട് തോന്നി. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ പഠിക്കുന്ന അതേ പാറ്റേണിലല്ല വന്നത്, ഡിഫറെൻ്റ് ആയിട്ടാണ് ചോദിച്ചത്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ ആൻസർ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേങ്കിൽ അത് വേറെ രീതിക്കാണ് ചോദിച്ചത്. പിന്നെ എക്സാം എഴുതാൻ പോകുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാം ക്ലാസിഫിക്കേഷൻ, അതായത് ഒരു ഡ്രഗ് കണ്ടാൽ നമുക്ക് ഏത് ക്ലാസിഫിക്കേഷനിലാണെന്ന്, ഏത് കാറ്റഗറിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ആ രീതിക്ക് തന്നെ പഠിക്കുക. അത് സാറിൻ്റെ ബേസിക് ക്ലാസ് കേട്ടാൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ കാൽക്കുലേഷന് നിങ്ങൾ സിസ്റ്റത്തിൽ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ടൈം മാനേജ്മെൻറ്റ് അത് മെയിനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെ ആദ്യം ആൻസർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ടൈം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനി എഴുതാൻ പോകുന്നവരോട് നിങ്ങൾ നന്നായിട്ട് ക്രാഷ് കോഴ്സും ഫയൽസും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് നോക്കി പഠിച്ച് പോവുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്സാവാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.